ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പൊറോട്ടയാണ്. അപ്പോൾ ഇത് വീശാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. വീശലാണല്ലോ പൊറോട്ടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ വീശാതെ തന്നെ നമുക്ക് ലെയറായിട്ട് തന്നെയുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കിലോ മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ട, പിന്നെ 1.5 സ്പൂണ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. വെള്ളം കൂടുതൽ ചേർക്കാതെ പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം കൂടുതൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ പോലെ തോന്നുമെങ്കിലും പൊറോട്ട നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ചിട്ട് തന്നെ നന്നായിട്ട് മയത്തിൽ ഒരുപാട് നേരം നിന്നിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ബൗളിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചൊതുക്കിയതിന് ശേഷം ഞാൻ ടേബിൾ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ മയപ്പെടുത്തുകയെന്ന് വെച്ചാൽ എറിഞ്ഞോ കുത്തിയോ ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കുഴച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് എറിഞ്ഞു കൊടുത്തിട്ടൊക്കെ കുഴക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. ഇങ്ങനെ നന്നായിട്ട് കുറച്ച് നേരം എടുത്തിട്ട് തന്നെ നന്നായിട്ട് മയപ്പെടുത്തി കുഴച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം എണ്ണ തടവി കൊടുക്കുക. റിഫൈൻഡ് ഓയിൽ ഇത് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇതുപോലെ തടവി കൊടുത്തതിന് ശേഷം ഒരു ഈർപ്പമുള്ള പാത്രം കൊണ്ട് ഒരു ബൗൾ എന്തെങ്കിലും വെച്ച് മൂടി കൊടുക്കുക. അതല്ലെങ്കിൽ നനഞ്ഞ തോർത്തുകൊണ്ട് മൂടി വെച്ചാലും മതി. ഒരു 2 മണിക്കൂറെങ്കിലും ഇതേപോലെ 2 മണിക്കൂർ കൂടുതൽ പറ്റുമെങ്കിൽ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ വെക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് മയം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. സാധാരണ പൊറോട്ട എല്ലാം ചെയ്യണത് എണ്ണയിൽ വെച്ചിട്ട് തന്നെയാണ് ബോൾ ഉണ്ടാക്കലും വീശലും ഒക്കെ. ഇത് നമ്മൾ പൊടിയിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന ഓരോ ബോൾ പോലെ തന്നെ ഓരോ മാവാക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോ ബോളുകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി വെക്കാം. ഇപ്പോൾ എല്ലാ ബോളുകളും ഇതേപോലെ ഉരുട്ടി വെച്ചു. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെ പൊടി വിതറിക്കൊണ്ട് നമുക്ക് നന്നായിട്ടിത് ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു വലുപ്പത്തിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഒരു അല്പം പൊടി വിതറി കൊടുത്തിട്ട് ഈ പരത്തി വെച്ചത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുക. കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക. ഇങ്ങനെ ഓരോ ഇതും മാവും നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ലെയറായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ പരത്തി വെച്ച് കൊടുക്കാം. എണ്ണ തടവി വെച്ച് കൊടുക്കണം. ഇങ്ങനെ അവസാനത്തെ അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ പരത്തി മാവ് എണ്ണയൊക്കെ തടവി കൊടുത്ത് വെച്ചു. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഇതിപ്പോൾ നന്നായിട്ട് മായമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റോളാക്കി എടുക്കണം എന്നുള്ളത് നോക്കാം. വീശാതെ തന്നെ ഇങ്ങനെ ഓരോ ലെയറായിട്ടുള്ള മാവിനെ നമ്മളിങ്ങനെ പതുക്കെ വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ വലിഞ്ഞ് വരും. ഇതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതിൽ അത്ര വലിയ എണ്ണ സാധാരണ ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ അത്ര എണ്ണ ഇതിന് ആവശ്യമില്ല. നമ്മൾ ഈ പുരട്ടുന്ന എണ്ണ മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തടവിയിട്ട് മാറ്റി വെക്കാം.
അങ്ങനെ ഓരോ മാവും നമ്മൾ വീശാതെ തന്നെ ലെയറായിട്ട് തന്നെ നമ്മൾ റോൾ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ റോൾ ചെയ്ത് വെച്ചത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ ഓരോരോ റോളായി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പരന്ന് കിട്ടും. അതെല്ലാം കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിൻ റോൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഒരു തവ ചൂടാക്കി കൊടുക്കുക. നന്നായി ചൂടാക്കിയ ചട്ടിയിൽ വേണം ഇത് ചുട്ടെടുക്കാൻ. എന്നാൽ തീ നന്നായിട്ട് കൂടാനും പാടില്ല. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഒരല്പം എണ്ണ ഇതേപോലെ സ്പൂൺ കൊണ്ട് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കണം. അതിങ്ങനെ വെന്ത് വരുന്നതോട് കൂടി ഒരല്പം എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ടും 2 സൈഡും ഒരേപോലെ വേവിച്ചെടുക്കുക. ഇങ്ങനെ ചുട്ടെടുക്കണ പൊറോട്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈവച്ച് തട്ടി കൊടുക്കുക. അപ്പോൾ തന്നെ ലെയറായിട്ട് വരും. കൂടുതൽ പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പൊറോട്ട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ തുടക്കത്തിൽ പൊറോട്ട ഉണ്ടാക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് നല്ല എരിവുള്ള ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ, മറക്കാതെ ചെയ്യണേ.